PSC asked questions നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, synchronous motor generally have a salient pole rotor, smooth cylindrical rotor, either salient pole or smooth cylindrical or cage rotor. ഒന്ന് ആൻസർ മെയിനായിട്ട് അധികം സിംഗ്രണസ് മോട്ടോറും ജനറലി യൂസ് ചെയ്യുന്നത് എന്താണ്? സാലിയൻറ്റ് പോൾ റോട്ടോറാണ്. അപ്പോൾ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 2, റോട്ടോർ വൈൻഡിങ് ഓഫ് എ സിംഗ്രണസ് മോട്ടോർ ഈസ് എക്സൈറ്റഡ് ബൈ DC സപ്ലൈ അറ്റ് 100 വോൾട്ട് ടു 250 വോൾട്ട്, AC സപ്ലൈ അറ്റ് 400 വോൾട്ട്, റിവോൾവിംഗ് ഫീൽഡ്, ഇൻഡക്ഷൻ ഫ്രം സ്റ്റേറ്റർ കറണ്ട്. 2 ആൻസർ എ അല്ലേ. DC സപ്ലൈ ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് സിംഗ്രണസ് മോട്ടോറിൻ്റെ റോട്ടോറിൽ കൊടുക്കുന്നത്. 3, 3 phase സിംഗ്രണസ് മോട്ടോർ നീഡ്സ് DC സപ്ലൈ ഓൺലി, 3 phase AC സപ്ലൈ ഓൺലി, 3 phase AC സപ്ലൈ ആസ് വെൽ ആസ് DC സപ്ലൈ നൺ ഓഫ് ദ അബവ്. നമുക്കറിയാം 3 phase AC സപ്ലൈ ആസ് വെൽ ആസ് DC ആണ്. 4, ദ റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ്സ് ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷൻ ഈസ് 0 for എ DC മെഷീൻ, ആൻഡ് ഇൻഡക്ഷൻ മെഷീൻ, സിംഗ്രണസ് മെഷീൻ, ഓൾ ഓഫ് ദ ഫോർ. ആൻസർ 4 C ആണ്, സിംഗ്രണസ് മെഷീനാണ് ആൻസർ. 5, എ 3 phase സിംഗ്രണസ് മോട്ടോർ ഹാസ് ഡാഷ് സ്ലിപ്പ് റിങ്സ്, നോ 2, 3, 5. നമുക്കറിയാം 3 phase സിംഗ്രണസ് മോട്ടോറിന് 2 സ്ലിപ്പ് റിംഗ് ആണുള്ളത്. 5 B. 6, the speed of a synchronous motor depends upon supply voltage, supply frequency, number of poles, both B and C. നമുക്കറിയാം 6 ആൻസർ D ആണ്, ബോത്ത് B ആൻഡ് C ആണ്. സപ്ലൈ ഫ്രീക്വൻസിയും നമ്പർ ഓഫ് പോൾസും അല്ലേ. എന്താണ്? NS is equal to 120 F/P ആണ്. അപ്പോൾ ആൻസർ D. 7, the percentage of full load slip in case of a synchronous motor is 100%, 0, very low, very high. 7 ആൻസർ B ആണ്, 0 ആണ് അല്ലേ. കാരണം NS മൈനസ് N മൈനസ് NS ആണ്. NS എന്ന് പറഞ്ഞാൽ NS ഈസ് ഈക്വൽ ടു NS ആണ് അല്ലേ, അല്ലെങ്കിൽ N ഈസ് ഈക്വൽ ടു NS ആണ്. അതുകൊണ്ട് 0/NS വരും, അതായത് 0. സോ ആൻസർ ഈസ് 0 B. 7, എ 3 phase സിംഗ്രണസ് മോട്ടോർ ഹണ്ട് ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ എ സപ്ലൈ വോൾട്ടേജ് ആൻഡ് ലോഡ്, എക്സൈറ്റേഷൻ, സപ്ലൈ ഫ്രീക്വൻസി, എനി ഓഫ് ദ അബോവ്. 8 ആൻസർ D. ഇതിൽ ഏതെങ്കിലും ഒന്നാകാം, ഇതൊക്കെ ഇതിൻ്റെ കാരണം. 9, ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ സിംഗ്രണസ് മോട്ടോർ ഈസ് ഹൈ, മോഡറേറ്റ്, 0, അൺഡിഫൈൻഡ്. 0 ആണ് എന്ത്? സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല അല്ലേ. സിംഗ്രണസ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അത് കറക്കാൻ വേണ്ടി നമ്മൾ പല മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബോണി മോട്ടോർ, പല വേറൊരു മോട്ടോർ വെച്ചിട്ട് കറക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിൽ പിന്നെ എന്താണ് ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യാക്കുക അല്ലേ, പഠിച്ചിട്ടുണ്ട്. 10, സിംഗ്രണസ് മെഷീൻ ക്യാൻ ഓപ്പറേറ്റ് ഓൺലി ആസ് ജനറേറ്റർ, ഓൺലി ആസ് മോട്ടോർ, ബോത്ത് ജനറേറ്റർ ആൻഡ് മോട്ടോർ നൺ ഓഫ് ദ വേ. സിംഗ്രണസ് മോട്ടോർ വെച്ചിട്ട് എന്ത് ചെയ്യാം? മെഷീൻ വെച്ചിട്ട് ജനറേറ്റർ, അതാണ് ആൾട്ടർനേറ്റർ അല്ലേ. മോട്ടോറാണ് സിംഗ്രണസ് മോട്ടോർ. അപ്പോൾ ആൻസർ C. 11, V curve of a 3 phase induction motor, so synchronous motor, is the relation between electrician printing press ചോദിച്ചാണ്. വോൾട്ടേജ് ആൻഡ് കറണ്ട്, സ്പീഡ് ആൻഡ് നമ്പർ ഓഫ് വോൾട്ട്സ്, വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് വോൾട്ട്സ്, ഫീൽഡ് കറണ്ട് ആൻഡ് ആർമേച്ചർ കറണ്ട്. ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള കർവാണ്. നമ്മൾ നേരത്തെ ലാസ്റ്റ് വരച്ച് കൊടുക്കുന്നില്ല ഇങ്ങനത്തെ കർവ്, ദാറ്റ് ഈസ് ദ V കർവ്. അപ്പോൾ ആൻസർ D. 12, ഇൻ സിംഗ്രണസ് മെഷീൻ ദ സ്റ്റേറ്റർ ഫ്രെയിം ഈസ് മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, CRGO, cast iron or welded steel plate, laminated steel. 12 ആൻസർ വരുന്നത് C ആണ് അല്ലേ. കാസ്റ്റ് അയൺ ഓർ വെൽഡഡ് സ്റ്റീൽ പ്ലേറ്റ് ആണ്. 13, ദ സ്പീഡ് ഓഫ് എ സിംഗ്രണസ് മോട്ടോർ ക്യാൻ ബി വേരിഡ് ബൈ വേരിയിങ് ഇറ്റ്സ് എക്സൈറ്റേഷൻ, സപ്ലൈ വോൾട്ടേജ്, സപ്ലൈ ഫ്രീക്വൻസി, ലോഡ്. 13 ആൻസർ C ആണ്, സപ്ലൈ ഫ്രീക്വൻസിയാണ്. 120 F/P അല്ലേ. F മാറ്റി എന്ത് ചെയ്യും? സ്പീഡ് വേരി ചെയ്യും. 14, ഫോർ എ 3 phase 4 pole 50 Hz synchronous motor, the frequency, pole number and the load torque halved, the motor speed will be dash RPM, 375, 750, 1500, 3000. സൊല്യൂഷൻ നോക്കാം. സിംഗിൾ സ്പീഡ് ഓഫ് എ RPM എന്ന് പറഞ്ഞാൽ NS is equal to 120 F/P ആണ് അല്ലേ. കേസ് 1 ആദ്യത്തെ കേസിൽ F is equal to 50 ആണ്, P is equal to 4 ആണ്.
പോള് 4 അങ്ങനെയാണെങ്കിൽ എൻ എസ് എന്നാൽ 120 × 50 / 4 ആണ് 1500 ടി. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ് 3 ഫേസിൽ 4 പോള് 50 ഹെർട്സിനുള്ള കണ്ടീഷനിൽ 1500 കിട്ടി. ദെൻ നമുക്ക് എന്ത് ചെയ്തു എൻ എസ് കിട്ടി. ദെൻ സിംഗ്രണസ് സ്പീഡ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഫ്രീക്വൻസി ആൻഡ് നമ്പർ ഓഫ് പോൾസ് ബട്ട് നോട്ട് ഓൺ ദ ലോഡ് ടോർക്ക്. കേസ് 2 അല്ലേ, സിംഗ്രണസ് മോട്ടോർ ലോഡിന് മാറിയിട്ടൊന്നും ആവില്ല. അപ്പോൾ ഫ്രീക്വൻസിയും നമ്പർ ഓഫ് പോളും മാറി എന്ത് ചെയ്യും സിംഗ്രണസ് സ്പീഡ് മാറും. അതുകൊണ്ട് കേസ് 2ൽ F 25 P 2 അല്ലേ, P പകുതിയാക്കിയില്ലേ. അപ്പോൾ എന്താകും NS 120 25/2 അപ്പോഴും എന്താണ് 1500 RPM. അപ്പോൾ മാറ്റമില്ല സെയിം ആൻസർ സി ആണ് ആൻസർ. അപ്പോൾ പകുതിയാക്കിയെന്ന് വെച്ചിട്ട് എല്ലാം പകുതിയാക്കിയാൽ എന്താവില്ല, സ്പീഡിൽ മാറ്റം വരില്ല. 15 ദ സിംഗ്രണസ് മോട്ടോർ ഓപ്പറേറ്റിംഗ് അണ്ടർ എക്സൈറ്റഡ് വിൽ ഹാവ് എ ഡാഷ് PF. അണ്ടർ എക്സൈറ്റഡ് ആണെങ്കിൽ ലാഗിങ്, ലീഡിങ്, യൂണിറ്റി 0. അണ്ടർ എക്സൈറ്റഡും നോർമൽ എക്സൈറ്റഡൊക്കെ എന്താ വരുന്നത്, ലാഗിങ് ആണ് അല്ലേ, 15 ആണ്. 16 ആൻഡ് ഓവർ എക്സൈറ്റഡ് സിംഗ്രണസ് മോട്ടോർ ഡ്രോസ് കറണ്ട് അറ്റ് ഡാഷ് പവർ ഫാക്ടർ, ലാഗിങ് പവർ ഫാക്ടർ, ലീഡിങ് പവർ ഫാക്ടർ, യൂണിറ്റി പവർ ഫാക്ടർ, സപ്ലൈ വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ്. നമുക്കറിയാം അല്ലേ, ഇത് V ആണെങ്കിൽ ഇത് EB, ഇത് EB, ഇത് V, ഇത് ER, ദെൻ കറണ്ട് IA ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ലീഡിങ് ആയിരുന്നത് ഏത് ഓവർ എക്സൈറ്റഡ്. അപ്പോൾ 16 ആൻസർ B ആണ്, ലീഡിങ് എന്നാണ് ആൻസർ. 17 എ സിംഗ്രണസ് മോട്ടോർ ക്യാൻ ഓപ്പറേറ്റ് അറ്റ് ലീഡിങ് പവർ ഫാക്ടർ ഓൺലി, ലാഗിങ് പവർ ഫാക്ടർ ഓൺലി, യൂണിറ്റി പവർ ഫാക്ടർ ഓൺലി, എനി ഓഫ് PF 0, ലീഡിങ്, ലാഗിങ് ഓർ യൂണിറ്റി. സിംഗ്രണസ് മോട്ടോറിലെ എല്ലാ പവർ ഫാക്ടറിലും വർക്ക് ചെയ്യും. 18 ഫോർ എ ഗിവൻ ലോഡ് എ സിംഗ്രണസ് മോട്ടോർ ഡ്രോസ് മിനിമം ആർമേച്ചർ കറണ്ട് അറ്റ് ഡാഷ് PF, യൂണിറ്റി 0, മാക്സിമം, ലീഡിങ്. 18 ആൻസർ ഗിവൻ ലോഡിൽ സിംഗ്രണസ് മോട്ടോർ ഡ്രോസ് മിനിമം ആർമേച്ചർ കറണ്ട് അറ്റ് ഏതിലാണ്, യൂണിറ്റി പവർ ഫാക്ടറാണ് മിനിമം ആർമേച്ചർ കറണ്ട്. 19 ദ റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ ഫ്ലക്സസ് ഈക്വൽ ടു സിംഗ്രണസ് സ്പീഡ് NS, റോട്ടോർ സ്പീഡ് N, 0, NS - N. 19 ആൻസർ സി ആണല്ലേ, 0 ആണ്. അതായത് അതിൻ്റെ സ്റ്റേറ്ററും റോട്ടോറുള്ള ഇതിൻ്റെ അടിയിൽ എന്തിനാണ് മാഗ്നറ്റിക് ലോക്ക് ആയതുകൊണ്ട് സിംഗ്രണസ് സ്പീഡ് തന്നെയാണ് അതിൻ്റെ റോട്ടോറും കറങ്ങുന്നത്. അതേസമയം റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ ഫ്ലക്സസ് എന്തായിരിക്കും, അപ്പോൾ അതുകൊണ്ട് 0 ആയിരിക്കും ആൻസർ. 19 സി. 20 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ സിംഗ്രണസ് മോട്ടോർ, റൺസ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് അറ്റ് ആൾ ലോഡ്സ്, suitable to supply only mechanical load, can also be used for PF improvement, not self start. ഇതിൽ ആൻസർ ഏതാ വരിക, 20 റൺസ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ് അറ്റ് ആൾ, എല്ലാത്തിലും ഒരേ സ്പീഡിൽ, അത് ശരിയാണ്. പിന്നെ എന്താണ് PF ഇമ്പ്രൂവ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. പിന്നെ ഇതിൽ തെറ്റായിട്ടുള്ള, അപ്പോൾ ആ തെറ്റായിട്ടുള്ള അതാണല്ലോ ശരി. ആൻസർ സൂട്ടബിൾ ടു സപ്ലൈ ഓൺലി മെക്കാനിക്കൽ ലോഡുകളാണ് ആൻസർ. ഇവിടെ നോട്ട് ആപ്ലിക്കബിളാണ് ചോദിച്ചത്, അതുകൊണ്ട് ആൻസർ B. 21 എ സിംഗ്രണസ് മോട്ടോർ ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ നോ ലോഡ് അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ. ഇഫ് ദ ഫീൽഡ് കറണ്ട് ഈസ് ഇൻക്രീസ്ഡ്, പവർ ഫാക്ടർ വിൽ ബിക്കം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോ ചോദിച്ചാണ്. ലാഗിങ് ആൻഡ് കറണ്ട് വിൽ ഡിക്രീസ്, ലാഗിങ് ആൻഡ് കറണ്ട് വിൽ ഇൻക്രീസ്, ലീഡിങ് ആൻഡ് കറണ്ട് വിൽ ഡിക്രീസ്, ലീഡിങ് ആൻഡ് കറണ്ട് വിൽ ഇൻക്രീസ്. എന്ത് വരും? 21 ആൻസർ 21 D ആണ് അല്ലേ. 21 ലീഡിങ് ആൻഡ് കറണ്ട് വിൽ ഇൻക്രീസ്. അപ്പോൾ ഒരു സാധാരണ കേസിൽ ഒരു മോട്ടോർ എന്താണ് നോ ലോഡിൽ യൂണിറ്റി പവർ ഫാക്ടർ ആകുമ്പോൾ മുകളിലോട്ടാണ് പോവുക അല്ല, കറണ്ട് ഇങ്ങനെയുള്ള VEB ഇങ്ങനെ നിൽക്കുമ്പോൾ ഓവറാകുമ്പോൾ ഇങ്ങോട്ട് പോകും, ലീഡിങ് ആവും, IA ഇങ്ങോട്ട് പോകും. അപ്പോൾ ആൻസർ D. 21 D. 22 ദ ബാക്ക് EMF സെറ്റപ്പ് ഇൻ ദ സ്റ്റേറ്റർ ഓഫ് ദ സിംഗ്രണസ് മോട്ടോർ വിൽ ബി ഡിപ്പെൻഡ് അപ്പോൺ റോട്ടോർ സ്പീഡ് ഓൺലി, സ്റ്റേറ്റർ സ്പീഡ് ഓൺലി, റോട്ടോർ EMF, റോട്ടോർ എക്സൈറ്റേഷൻ. റോട്ടോറിൽ കൊടുക്കുന്ന എക്സൈറ്റേഷൻ അനുസരിച്ചാണ് എന്ത് സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന ബാക്ക് EMF കൂടാ അല്ലേ. അപ്പോൾ ആൻസർ ഇവിടെ റോട്ടോർ എക്സൈറ്റേഷൻ എന്നുള്ളതാണ്. 22 കാരണം മറ്റൊന്നും കോൺസ്റ്റന്റ് സ്പീഡ് ആയതുകൊണ്ട് റോട്ടോർ സ്പീഡിൽ നിന്നും ബാധിക്കില്ല. അതുകൊണ്ട് റോട്ടോർ എക്സൈറ്റേഷൻ എന്നാണ്. 22
ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 23. The armature flux opposes the main flux is in synchronous machine when the PF is unity, 0 lagging, 0 leading, 0.8 lagging. 23 ആൻസർ ബി ആണ്, 0 ലാഗിങ് എന്നുള്ള ആൻസർ. ആർമേച്ചർ ഫ്ലക്സ് ഓപ്പോസസ് ദ മെയിൻ ഫ്ലക്സ് ഇൻ എ സിംഗിൾസ് മോട്ടോർ മെഷീൻ വെൻ ദ PF ഈസ് 0 ലാഗിങ്. 25. Synchronous motor run on leading power factor when connected under excitation, rated excitation, fully loaded, over excitation. നമുക്കറിയാം ലീഡിങ് ആണെങ്കിൽ ഓവർ എക്സൈറ്റേഷൻ ആണ്. 24 ഡി അല്ലേ. 25 ഡാഷ് മോട്ടോർ റൺസ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ്. ഏതാ ആൻസർ? ആൻസർ 25 ഇൻഡക്ഷൻ മോട്ടോർ, സീരീസ് മോട്ടോർ, സിംഗ്രണസ് മോട്ടോർ, ഷണ്ട് മോട്ടോർ. സിംഗ്രണസ് മോട്ടോറാണ് എന്ത് ലോഡ് കൂടിയാലും കുറഞ്ഞാലും ഒരേ സ്പീഡ് പോകേണ്ടത്. അപ്പോൾ ആൻസർ സി. 26 എ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടോർ ഈസ് ലാബോറട്ടറി അസിസ്റ്റൻ്റ് MRD ചോദിച്ചാൽ സിംഗ്രണസ് മോട്ടോർ, സീറൽ ഗേജ് മോട്ടോർ, യൂണിവേഴ്സൽ മോട്ടോർ, സ്ലിപ്പിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. ഈ കൂട്ടത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടോർ സിംഗ്രണസ് മോട്ടോറാണ്. 26. 27 The reactive power generated by a synchronous alternator can be controlled by SSC engineer ചോദിച്ചാണ്. ചേഞ്ച് ഇൻ ദ പ്രൈം മൂവർ ഇൻപുട്ട്, ചേഞ്ച് ഇൻ ദ ആൾട്ടർനേറ്റർ സ്പീഡ്, ചേഞ്ച് ഇൻ ദ സ്പീഡ് എക്സൈറ്റേഷൻ, ചേഞ്ച് ഇൻ ദ ടെർമിനൽ വോൾട്ടേജ്. റിയാക്റ്റീവ് പവർ ജനറേറ്റഡ് ബൈ എ സിംഗിൾസ് ആൾട്ടർനേറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. ആൻസർ 27 ആൻസർ സി ആണ്, ചേഞ്ച് ഇൻ ദ ഫീൽഡ് എക്സൈറ്റേഷൻ ആണ്. 28 The per phase DC armature resistance of an alternator is 0.5 ohm. The effective AC armature resistance would be about 0.25 ampere ohm, 0.5 ohm, 0.75 ohm, 1 ohm. Answer 28 ഇതുപോലെ ചെയ്തിട്ടുണ്ട്. It is the usual practice to take AC armature resistance as 1.5 times the DC resistance for the 50 Hz machine. അതുകൊണ്ട് RAC is equal to 1.5 RDC. അതുകൊണ്ട് 1.5 into 0.5 അഥവാ 0.75 ആയിരിക്കും എന്ത് AC റെസിസ്റ്റൻസ്. അപ്പോൾ ആൻസർ ഇവിടെ സി. 29 Which of the following motor is not starting torque? Squirrel cage induction motor, slip ring induction motor, synchronous motor, DC series motor. ഈ കൂട്ടത്തിൽ സെൽഫ് സ്റ്റാർട്ടിങ്ങിനകത്ത് സിംഗ്രണസ് മോട്ടറാണ്. 29 സി. 30 ദ കറണ്ട് ഡ്രോൺ ബൈ ആൻ ഓവർ എക്സൈറ്റഡ് സിംഗ്രണസ് മോട്ടോർ വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ നാച്ചർ ഓഫ് ദ ലോഡ് അറ്റ് ലാഗിങ് പവർ ഫാക്ടർ. സി അറ്റ് ലീഡിങ് പവർ ഫാക്ടർ. ഡി അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ. എന്താണ് കറണ്ട് ഡ്രോൺ ഓവർ എക്സൈറ്റഡ് സിംഗ്രണസ് മോട്ടർ എന്താണ് ലീഡിങ് പവർ ഫാക്ടർ അല്ലേ. ഓവർ എക്സൈറ്റഡ് എപ്പോഴും ലീഡിങ് ആണ്. ആ ഒരു ക്വസ്റ്റിനൊക്കെ ഇതിന് പ്രതീക്ഷിക്കാനുള്ളൂ, എപ്പോഴും അതാ ചോദിക്കാം. 30 സി. 31 എ സിംഗ്രണസ് മോട്ടോർ ഡ്രോസ് 0.8 ലീഡിങ് പവർ ഫാക്ടർ കറണ്ട് അറ്റ് ആർമേച്ചർ റിയാക്ഷൻ ഈസ് മാഗ്നറ്റൈസിങ്, ഡീമാഗ്നറ്റൈസിങ്, മാഗ്നറ്റൈസിങ് ആൻഡ് ക്രോസ് മാഗ്നറ്റൈസിങ്, ദെൻ ഡീമാഗ്നറ്റൈസിങ് ആൻഡ് ക്രോസ് മാഗ്നറ്റൈസിങ്. 31 ആൻസർ ഡി. ഇതൊക്കെ DC നമ്മൾ ആൾട്ടർനേറ്റർ പഠിച്ചൊരു ഭാഗമാണ്. ഈ 31 സി. 31 സി അല്ല ഡി ആണ് കേട്ടോ, സോറി. ഡീമാഗ്നറ്റിക് ആൻഡ് ക്രോസ് മാഗ്നറ്റൈസിങ് എന്നുള്ളതാണ് ആൻസർ. 32 സിംഗ്രണസ് മോട്ടോർ സ്പീഡ് ഈസ് കൺട്രോൾഡ് ബൈ വേരിയിങ് ദ ഫീൽഡ് കറണ്ട്, സപ്ലൈ വോൾട്ടേജ്, സപ്ലൈ ഫ്രീക്വൻസി, ബോത്ത് ബി ആൻഡ് സി. സപ്ലൈ ഫ്രീക്വൻസി അല്ലേ. 32 സി ആണ്. 120 F/P അല്ലേ. 32 സി. 33 മാക്സിമം സ്പീഡ് അറ്റ് വിച്ച് എ 440 വോൾട്ട് 50 Hz സിംഗ്രണസ് മെഷീൻ ക്യാൻ ഓപ്പറേറ്റ്. അതിന് കേസിൽ 50 Hz ഇതിൻ്റെ മാക്സിമം സ്പീഡ്. എന്നാൽ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഒരു മിനിറ്റ്, നമുക്കെന്താണ് സ്പീഡ് NS = 120 F/P ആണ്. നമ്മൾ 50 Hz ആകുമ്പോൾ എന്താണ് 120 F/2 ആകുമ്പോൾ ഏറ്റവും മിനിമം നമ്പർ ഓഫ് എന്താണ് പോള് എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആണ് അല്ലേ. അതുകൊണ്ട് 120 ×
50 ഡിവൈഡ് ബൈ 2, അതായത് 6000 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ദ 3000. അപ്പോൾ മാക്സിമം സ്പീഡ് പറഞ്ഞാൽ 3000 നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ അല്ലേ. മാക്സിമം സ്പീഡ് 3000 RPM കറങ്ങുക. ആൻസർ ബി. 14. ഇൻ എ 3-phase synchronous motor, magnitude of field flux varies with load, remains constant at all. See, varies with speed, varies with power factor. 34 ആൻസർ ബി ആണ്. റിമെയിൻസ് കോൺസ്റ്റൻ്റ് അറ്റ് ആൾ എന്നുള്ളതാണ് ഫീൽഡ് ഫ്ലക്സ്. കാരണം ഫീൽഡ് ഫ്ലക്സ് നമ്മൾ പിന്നെ മാറ്റില്ലല്ലോ, കൊടുത്ത എക്സൈറ്റേഷൻ മാത്രമാണ്. എക്സൈറ്റേഷൻ വോൾട്ടേജ് മാറ്റിയാൽ സംഭവിക്കും, എന്ത് മാറും? മാഗ്നറ്റിക് ഫ്ലക്സ്, ഫീൽഡ് ഫ്ലക്സ് മാറും. നമ്മൾ DC എക്സൈറ്റേഷനല്ല കൊടുക്കുന്നത്, അതുകൊണ്ട് ആൻസർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് അറ്റ് ആൾ. 15. ആൻ ഓവർ എക്സൈറ്റഡ് സിംഗ്ലസ് മോട്ടോർ റണ്ണിങ് ഓൺ നോ ലോഡ് ഈസ് കാൾഡ് സിംഗ്ലസ് ജനറേറ്റർ, സിംഗ്ലസ് കണ്ടൻസർ, ഇൻഡക്ഷൻ ജനറേറ്റർ, ഇൻഡക്ഷൻ മോട്ടോർ. സിംഗ്ലസ് കണ്ടൻസർ എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നതാണ്. ഇതിൻ്റെ വൺ ഓഫ് ദ ആപ്ലിക്കേഷനാണ് എന്ത്, ഇത് പവർ ഫാക്ടർ അല്ലേ. പവർ ഫാക്ട് PF ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഒരു പവർ ഫാക്ടർ. അപ്പോൾ സിംഗ്ലസ് മോട്ടോർ എന്താണ്, ലീഡിങ് PF വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ, അത് PF ഇമ്പ്രൂവ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കപ്പാസിറ്റി എഫക്റ്റാണ് ലീഡിങ്, അതുകൊണ്ട് എന്നെ എന്ത് വിളിക്കാം, സിംഗ്ലസ് കണ്ടൻസർ എന്ന് വിളിക്കാം. 36. ദ ബാക്ക് EMF സെറ്റപ്പ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ സിംഗ്ലസ് മോട്ടോർ ഡിപ്പെൻഡ്സ് അപ്പോൺ റോട്ടോർ സ്പീഡ് ഓൺലി, റോട്ടോർ എക്സൈറ്റേഷൻ ഓൺലി, റോട്ടോർ എക്സൈറ്റേഷൻ ആൻഡ് റോട്ടോർ സ്പീഡ്, കപ്ലിംഗ് ആംഗിൾ, റോട്ടോർ സ്പീഡ് ആൻഡ് എക്സൈറ്റേഷൻ. 36 ആൻസർ ബാക്ക് EMF സെറ്റപ്പ് ഓഫ് ആർമേച്ചറിൽ. 36 ആൻസർ റോട്ടോർ എക്സൈറ്റേഷൻ ഓൺലി എന്നുള്ളതാണ്. അടുത്ത് മറ്റെന്താ റോട്ടോർ സ്പീഡ് ഇവിടെ പറയാത്തത് വെച്ചാൽ കോൺസ്റ്റൻറ്റ് ഇതാണത് കറങ്ങുക അല്ലേ സിംഗ്ലസ് മോട്ടോർ. പിന്നെ മോട്ടോറിൽ പിന്നെ എന്താണ് എക്സൈറ്റേഷൻ കൂട്ടുമ്പോഴാണ് എക്സൈറ്റേഷൻ കൂട്ടുമ്പോൾ മോട്ടോറിൻ്റെ സ്പീഡ് കൂടില്ല, ബട്ട് എന്താ കൂടുക, ബാക്ക് EMF കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ റോട്ടോർ എക്സൈറ്റേഷൻ ഓൺലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദ എയർ ഗ്യാപ്പ് ഫീൽഡ് ഓഫ് എ സ്റ്റാറ്റിക് പോൾ മെഷീൻ ഈസ് സിംഗ്രണസ്. സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റർ, സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു റോട്ടോർ, റൊട്ടേറ്റിംഗ് അറ്റ് സിംഗ്രണസ് സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റർ, നൺ ഓഫ് ദ അബോവ്. 37 ആൻസർ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റർ എന്നാണ്. 37 ക്വസ്റ്റ്യൻ എഴുതി ചെയ്യുന്നത്. ഓക്കെ.